first law of thermodynamics and its application. Before going to study about the first law, we have to know some concept. The first one is path function. Path function, the property of the system depends upon the path followed during the process, is known as path function. അതായത് ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി അതിന് പാത്തിന് ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയും. ഹീറ്റും വർക്കും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി പ്രോപ്പർട്ടി ഡിപ്പെൻഡ് അപ്പോൺ കറണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ അതിന് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. ഇന്റേണൽ എനർജി, എൻട്രോപ്പി, എൻതാൽപ്പി ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എനർജി കണ്ടന്റ് ഓഫ് ദ സിസ്റ്റം ആണ്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത് വെച്ചാൽ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി പ്ലസ് ദ വർക്ക് ഡൺ ആണ്. സോ ഡി ക്യൂ ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഫോം യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി ടേം ആൻഡ് ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ടേം. സോ ഡി ക്യൂ ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു. സാധാരണ കൺവെൻഷൻ പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ രണ്ടും എടുക്കുന്നത്. ഡി ക്യൂവിന് പോസിറ്റീവ് വാല്യൂ വരും ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം ആണെങ്കിൽ, നെഗറ്റീവ് വാല്യൂ ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം ആണെങ്കിൽ. ഈ ഡി ഡബ്ല്യു ഈസ് പോസിറ്റീവ് എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ, എക്സ്പാൻഷൻ ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടും, ഓൺ ദ സിസ്റ്റം കംപ്രഷൻ ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഇനി അതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കുക. സിഗ്നിഫിക്കൻസ് നോക്കുമ്പോൾ എനി പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. എനി ഫിസിക്കൽ ചേഞ്ചിന് നമുക്ക് ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്റേണൽ എനർജിയുടെ കൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ്. അതിൽ ചേഞ്ചിന് ഇന്റേണൽ എനർജി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്ന ലിമിറ്റേഷൻ ആണ്, അതായത് എത്ര സപ്ലൈ ഓഫ് മെക്കാനിക്കൽ വർക്ക്, അതായത് എത്ര ഹീറ്റ് എനർജി വർക്ക് ആക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു കാര്യം ഫസ്റ്റ് ലോയിൽ പറയുന്നില്ല. അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ്. പിന്നെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് എന്താണെന്നാണ് പറയുന്നത്. It is the quantity of heat required to raise the temperature of unit mass of the material by 1 degree. അതായത് ഹീറ്റ് റിക്വയർ ചെയ്യുന്നതാണ് ഒരു യൂണിറ്റ് മാസ് ആയ സബ്സ്റ്റൻസിനെ ഒരു 1 ഡിഗ്രി ഇൻക്രീസ് ചെയ്യാനുള്ള എത്രമാത്രം ഹീറ്റ് ക്വാണ്ടിറ്റി റിക്വയർഡ് ആണെന്നുള്ളതാണ് സ്പെസിഫിക് ഹീറ്റ് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, കോൺസ്റ്റന്റ് വോളിയത്തിലും കോൺസ്റ്റന്റ് പ്രഷറിലും. എന്തുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റയും ഡിയും യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡെൽറ്റ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്, ടോ യൂസ് ചെയ്തിട്ടുണ്ട്, ഡി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വൺ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ഡി യൂസ് ചെയ്യും. ടു ഓർ മോർ വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് ഡെൽറ്റ യൂസ് ചെയ്യാം, ടോ യൂസ് ചെയ്യാം. സോ അതിന് ഡിപ്പെൻഡൻസ് ഓഫ് വേരിയബിൾസിന് നോക്കിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, സി പി ആണോ സി വി ആണോ ഗ്രേറ്റർ ദാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഒബ്വിയസ് ഇറ്റ് ഈസ് സി പി ഈസ് ഗ്രേറ്റർ ദാൻ സി വി. ഈ സി വിന്റെ ടേം അതായത് ഡി ക്യൂല് പി ഡി വി ആണല്ലോ. വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ ഡി വി എന്താവും, 0 ആവും. അപ്പൊ ഡി ക്യൂല് എന്ത് മാത്രമേ വരൂ, ഡി യു മാത്രമേ സി വിയിൽ വരുള്ളൂ, റൈറ്റ്? അതുകൊണ്ട് തന്നെ സി പി എന്താണ്, വലുതാണ്. സി പിയിൽ എന്ത് വരും, രണ്ട് ടേമും വരും. ഡി ക്യൂല് വർക്ക് ഡണ്ണും വരും, ഇന്റേണൽ എനർജിയും വരും. സി വിയിലാവുമ്പോൾ എന്ത് മാത്രമേ വരുള്ളൂ, ഇന്റേണൽ എനർജി മാത്രമേ വരുള്ളൂ. ഈ ടേം എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് സി പി എന്താണ്, വലുതാണ്. ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റന്റ് ഹീറ്റ് ആണ്. ഇത് എപ്പോഴാണ് വരിക, ഫേസ് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് സാധാരണഗതിയിൽ വരുന്നത്. അതായത് എത്രമാത്രം ഹീറ്റ് അബ്സോർബ്ഡ് പെർ യൂണിറ്റ് മാസ് ഡ്യൂറിങ് എ ഫേസ് ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എല്ലാം സാധാരണ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ. പിന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ എന്താ വെച്ചാൽ മേയേഴ്സ് റിലേഷൻ ആണ്. മേയേഴ്സ് റിലേഷൻ എന്ന് പറഞ്ഞാല് യൂസ് ഈക്വൽ ടു, ആദ്യം നമുക്ക് ഡിറൈവ് ചെയ്യാന് യൂസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് ടി എടുക്കണം. അപ്പൊ എന്താ മേയേഴ്സ് റിലേഷൻ? മേയേഴ്സ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേഷൻ കണക്ടിങ് സ്പെസിഫിക് ഹീറ്റ് ആണ്. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ, അതാണ് റിലേഷൻ. സോ അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇന്റേണൽ എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് ടി എടുക്കണം. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ആണെങ്കിൽ ടോ യൂസ് ചെയ്യാം. ഡി യു ഈക്വൽ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ ഡി യുനെ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക, ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പിന്നെ ടീനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക, വിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡി ടി, ഡോ വി ബൈ ഡോ ടി ഇൻറ്റു ഡി വി. ഇത് എഴുതാൻ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. ഇത് ഡി ടി ക്യാൻസൽ ചെയ്ത് പോകും. ഡി യു തന്നെയാണ് വരിക, ഇന്നർ മീനിങ് ഡി യു പോയ ഡി യു തന്നെയാണ് വരിക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ലോയില് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ലോയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡി ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ത്രൂ ഔട്ട് ഡി ടി ഡിവൈഡ് ചെയ്യുക, ഡി വി ബൈ ഡി ടി പുറത്തേക്ക് എടുക്കുക. ഇനി എന്ത് കൺസിഡർ ചെയ്യുക, കോൺസ്റ്റന്റ് വോളിയം ആണ് കൺസിഡർ ചെയ്യുക. കോൺസ്റ്റന്റ് വോളിയം ആകുമ്പോൾ ഈ ടേം കംപ്ലീറ്റ് പോകും. ഇതെന്ന് പറഞ്ഞാൽ സി വി ആയിട്ട് മാറും. രണ്ടും സി വിക്ക് ഈക്വലന്റ് ആയിട്ട് മാറും. പിന്നെ കോൺസ്റ്റന്റ് പ്രഷർ ആവുന്ന സമയത്ത് ഈ ഇക്വേഷനിൽ കോൺസ്റ്റന്റ് പ്രഷർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത്
ഡോ ക്യൂ ബൈ ഡോ ടി ഓൺ പ്രഷർ ഡി പി ആവും. ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ദിസ് ക്വാണ്ടിറ്റി ആയി വരും. പിന്നെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, മൂന്നും ഐഡിയൽ കേസ് ആയിട്ട് എടുക്കണം. കോൺസ്റ്റന്റ് വോളിയം, കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതായത് ഇന്റേണൽ എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. അപ്പൊ ദിസ് ടേം എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. ദിസ് ടേം ഈസ് ബിക്കം സീറോ. അപ്പൊ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് പി ഡോ വി ബൈ ഡോ ടി ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു ടേമിനെ നമ്മൾ ഫസ്റ്റ് എന്ത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ആറായിട്ട് കിട്ടും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ 6 കിട്ടും. ഇപ്പൊ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. ദിസ് ഈസ് ദ മേയേഴ്സ് റിലേഷൻ വി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് അഡിയബാറ്റിക് ഇക്വേഷൻ ഓഫ് ദ പെർഫെക്റ്റ് ഗ്യാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാൻ പറ്റും. അതായത് ഡി ക്യൂ സിക്കൽ ഡി യു പ്ലസ് പി ഡി വി ആണ് ഇക്വേഷൻ. നമുക്കറിയാം അഡിയബാറ്റിക്കിൽ ഡി ക്യൂ എന്താണ്? 0 ആണ്. പിന്നെ ഇത് ഈ ഒരു ഫോമില് ഡി യു സിക്കൽ ടു സി വി ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡി യു ബൈ ഡി ടി സിക്കൽ ടു സി വി ആണല്ലോ. അത് വെച്ചിട്ട് ഇവിടെ എഴുതാം, സി വി ഡി ടി ആയിട്ട് എഴുതാം. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി യുവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ പി വി സിക്കൽ ടു ആർ ടി ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പ്രഷർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ പി ഡി വി പ്ലസ് ബി ഡി പി പ്ലസ് ഇസ് ഈക്വൽ ടു ആർ ഡി ടി. എന്ത് ചെയ്യുക? ഡി ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അവിടെ ഡി ടിക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ആറിന് അതിലൊരു 6 കൂടി ഉണ്ടല്ലോ, ഇവിടെ ഒരു 6 വരില്ല. അതിന് സി പി മൈനസ് സി വി എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് സി പി മൈനസ് സി വി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2 ടേം ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ത്രൂ ഔട്ട് പി വി സി വിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ ഫോർമുല കിട്ടും. സി പി മൈനസ് സി പി ബൈ സി വി എന്ന് പറഞ്ഞാൽ ഗാമയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എൽ എൻ പി പ്ലസ് ഗാമ എൽ എൻ വി സിക്കൽ 0 കിട്ടും. ലോഗരിതത്തിന്റെ ലോ യൂസ് ചെയ്യാം. ഗാമ എൽ എൻ വി എന്ന് പറഞ്ഞാൽ വി റേസ് ടു ഗാമയാണ്. 2 പ്ലസ് വരുമ്പോൾ അത് ഇൻറ്റു ആണ്. എന്ത് ചെയ്യാം? എൽ എൻ ക്യാൻസൽ ചെയ്യുമ്പോൾ പി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് കിട്ടും. കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ഡിഫറെന്റ് പ്രോസസ്സിൽ എങ്ങനെ എഴുതാൻ പറ്റുക? ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ഐസോതെർമലിൽ ഡി യു 0 ആണ്. ഇന്റർണൽ എനർജി ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഡി ക്യൂ ഈക്വൽ ഡി ഡബ്ല്യു ആണ്. അഡിയബാറ്റിക് പ്രോസസ്സിലാവുമ്പോൾ ഡി ക്യൂ ഈക്വൽ 0 ആണ്. അപ്പൊ ഡി യു ഈക്വൽ ടു മൈനസ് ഡി ഡബ്ല്യു വരും. ഐസോബാറിക് ആകുമ്പോൾ ഡി ക്യൂ ഈക്വൽ ടു 2 ടേമും വരും. ഐസോകോറിക്കിൽ എന്തുണ്ടാവില്ല? ഡി വി ടേം ഉണ്ടാവില്ല. അപ്പൊ ഡി ഡബ്ല്യു 0 ആയപ്പോൾ ഡി ക്യൂ ഈക്വൽ ടു ഡി യു ആവും. പിന്നെ സൈക്ലിക് പ്രോസസ്സിലാവുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ യൂസ് ചെയ്യാം. സൈക്ലിക് പ്രോസസ്സിൽ ഇന്റർണൽ എനർജി ചേഞ്ച് ഉണ്ടാവില്ല. സോ ഡി ക്യൂ ഈക്വൽ ടു ഡി യു എന്നുള്ള ഫോമിലാണ് നമുക്ക് സാധാരണ ഫസ്റ്റ് ലോ എഴുതാൻ പറ്റുന്നത്.